الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും നമ്മുടെ മക്കളും കുടുംബവുമെല്ലാം ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണം, ഒരു പ്രയാസത്തിലും അകപ്പെട്ടു പോകരുത് എന്നതാണ് നമ്മുടെ ആഗ്രഹം. അതിനാണ് നമ്മൾ പണിയെടുക്കുന്നത്. അതാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നോണം എന്തൊക്കെയോ പഠിക്കുക, എന്തൊക്കെയോ ചെയ്യുക അല്ല. നമുക്ക് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. നമുക്ക് രണ്ട് ജീവിതമുണ്ട്. ഇവിടുത്തെ ജീവിതവും പരലോക ജീവിതവും. ഇവിടുത്തെ ജീവിതം ഭംഗിയായി തന്നെ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകണം. അതിനാ കുട്ടികളെ നമ്മൾ സ്കൂളിൽ പറഞ്ഞേക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നല്ല പ്രതാപമുണ്ടാകണം, ശമ്പളം കിട്ടുന്ന നല്ല പണിയുണ്ടാകണം. അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് കോഴ്സുകൾ, അതിലൂടെ നേടുന്ന ബിരുദങ്ങൾ അവരുടെ വ്യക്തിത്വത്തോട് ഒട്ടിച്ചു വെക്കാൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അവസ്ഥ വളരെ അനിവാര്യമാണ്, നിർബന്ധമാണ്. കാരണം ഇവിടെ ജീവിക്കണമല്ലോ. ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അനുവദിച്ചതാണ്. അതല്ല ഒരു വേള നമ്മോട് കൽപ്പിച്ചതാണ്. ഒരിക്കലും പിന്നോക്കാവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. ആത്യന്തികമായി ആലോചിക്കുകയാണെങ്കിൽ അത്തരം കോഴ്സുകളും ബിരുദങ്ങളൊക്കെ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ കഴിഞ്ഞു. അതല്ലേ അതിൻ്റെ അവസ്ഥ. ഇനി അതല്ല, ഒരുപാട് ബിരുദങ്ങളൊക്കെ നേടി വിചാരിച്ച ജോലിയൊന്നും കിട്ടിയില്ല, എന്നാൽ അതിൻ്റെ ഫലം വേണ്ടത്ര അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഈ ഐഹിക ജീവിതമാകട്ടെ നശ്വരം. പരലോക ജീവിതം ഒരവസാനമില്ലാത്ത യഥാർത്ഥ ജീവിതം. ആ ജീവിത വിജയമാണ് നമ്മോട് ജീവിത ലക്ഷ്യമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്.
അതിനു വേണ്ടിയും നമ്മൾ പഠിക്കണ്ടേ? ഇതിനേക്കാൾ എത്രയോ ആർജവത്തോടു കൂടി പഠിക്കണ്ടേ? പഠിക്കണം. പക്ഷെ ആകെ ഉള്ളത് ഒരു മദ്രസാ വിദ്യാഭ്യാസമാണ്. ആ മദ്രസാ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ തന്നെ പരീക്ഷയിൽ ജയിക്കുക, നല്ല മാർക്ക് ഉണ്ടാവുക, ആ ഒരു തലത്തിലേക്ക് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരുപാട് രക്ഷിതാക്കളുടെയും എല്ലാം ചിന്ത മാറിയിരിക്കുകയാണ്. ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ലെവലിൽ തന്നെയാണ് അതും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ മദ്രസാ വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ട ഉൽപ്പന്നം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ബോധം പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോവുകയാണ്. ഈ വിദ്യാർത്ഥികൾ കോളേജ് ക്യാമ്പസുകളിൽ എത്തുമ്പോ അവര് മദ്രസയിൽ പഠിച്ചതൊക്കെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. ഇന്നിന്റെ അനുഭവമാണത്. ഇന്നിന്റെ അനുഭവമാണത്. നമുക്കറിയാം, നാസ്തികർ നല്ലോണം പണിയെടുക്കുന്നുണ്ട്, യുക്തിവാദികൾ. നിങ്ങളോട് ഈ മതം പറയുന്നതൊക്കെ നിങ്ങളൊന്ന് ഒതുക്കി നിർത്താനുള്ള പരിപാടിയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം, എന്റെ ഇഷ്ടം, ഒരൊറ്റ ജീവിതം. അത് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. അതിൽ കവിഞ്ഞൊന്നുമില്ല എന്ന് പറയുമ്പോ നമ്മുടെ മക്കൾക്ക് പോലും അതിനെ പ്രതികരിക്കാനോ ചെറുത്തു നിൽക്കാനോ അവരുടെ വിശ്വാസം സംരക്ഷിക്കാനോ കഴിയാത്ത ഒരവസ്ഥ. ദയനീയമാണ് ഈ അവസ്ഥ. കൂട്ടായി ശ്രമിക്കണം, ഒന്നായി ശ്രമിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. അള്ളാഹുവിനെ അറിയില്ല. ഞാൻ മദ്രസയിൽ വെച്ച് ഉയർന്ന ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹിനെ പേടിയാണോ ഇഷ്ടാണോ? കുട്ടികൾ പറഞ്ഞു പേടിയാണ്. അള്ളാഹിനെ പേടിയാണ്, ഇഷ്ടല്ല. എന്താണ് ഈ അവസ്ഥ? ഉപ്പാനെ ഇഷ്ടാണ്, ഉമ്മാനെ ഇഷ്ടാണ്, ഉപ്പ വീടുണ്ടാക്കി തന്നിട്ടുണ്ട്, ഉപ്പ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, അപ്പൊ ഉപ്പാനോട് ഇഷ്ടാണ്. ഈ വീടുണ്ടാക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി തന്നതാരാ? ഈ വീട്ടിൽ താമസിക്കാനുള്ള എന്നെയും നിങ്ങളെയും മനുഷ്യനെ ഉണ്ടാക്കിയതാരാ? ആ മനുഷ്യന് ആവശ്യമായ എല്ലാം നൽകിയതാരാ? അവനോട് ഇഷ്ടം വേണ്ടേ? അത് പഠിപ്പിക്കണ്ടേ കുട്ടികളെ? ഇതെന്തിനൊക്കെയോ പേടിക്കാനുള്ള ഒരു വസ്തുവായി മാത്രം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ട് ആ രൂപത്തിൽ തന്നെയുള്ള ഒരു വിമർശനം ക്യാമ്പസുകളിൽ വെച്ച് കേൾക്കുമ്പോ തന്റെ മനസ്സിലുള്ളത് തന്നെയല്ലേ ഇവര് പറയുന്നത് എന്ന രൂപത്തിലുള്ള വ്യതിചാലനം മക്കളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അത് ഏറ്റവും വലിയ ഇഷ്ടം അള്ളാഹുവിനോടാകണം. ഈ രൂപത്തിൽ അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇരിക്കട്ടെ, കുറച്ചാളുകൾ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നത് കൊണ്ട് നാസ്തികർക്ക് എന്തിനാ തലവേദന, അവർക്കെന്തിനാ ഈ അസ്വസ്ഥത? അവരങ്ങനെ അങ്ങ് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. അവരുടെ തലവേദന, അവരുടെ പ്രശ്നം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെന്റെ ബോഡിയാണ്, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുക എന്ന അജണ്ട സ്വീകാര്യമല്ല. മറിച്ച് ഇത് അള്ളാഹു തന്നതാണ് ഈ ശരീരം. ഈ ശരീരം അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ചെലവഴിക്കേണ്ടതാണ്, ആ രൂപത്തിൽ പ്രവർത്തിപ്പിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കേണ്ടവനാണ് എന്ന ബോധമാണ് യഥാർത്ഥ ഈമാനിലൂടെ ആ മനുഷ്യനിൽ ഉണ്ടാകുന്നത്.
അങ്ങനെയുള്ള മനുഷ്യരിവിടെ ജീവിച്ചാൽ നിരീശ്വരവാദികളുടെ നാസ്തികരുടെ അജണ്ട പൊളിഞ്ഞു പോകും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അല അറിയുക, ലഹുൽ അംർ ലഹുൽ ഖൽഖ്, അല്ലാഹുവിനാണ് സൃഷ്ടിപ്പിന്റെയും വൽ അംർ ശാസനത്തിന്റെയും എല്ലാം അധികാരമുള്ളത്. അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ട് അല്ലാഹു ശാസിക്കുന്നു, ഇങ്ങനെയൊക്കെ ജീവിക്കണം. അത് പറയാനുള്ള അർഹത അല്ലാഹുവിനുണ്ട്. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു ഉടമയാണ്. അപ്പൊ ഇഷ്ടത്തിന് തോന്നിവാസിയായി ജീവിക്കേണ്ടവനല്ല മനുഷ്യൻ. സൃഷ്ടിപ്പും ശാസനാധികാരവുമെല്ലാം അല്ലാഹുവിനാണ് എന്ന തത്വമാണ്, അജണ്ടയാണ് ഈമാൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാ ഇവർ കൂടുതലായി മുസ്ലിങ്ങളെ കടന്നുപിടിക്കുന്നത്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിങ്ങളാണ് അവർക്ക് പ്രശ്നം. ദൈവമാണ് പ്രശ്നമെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവരെ ആയിരുന്നു കടന്നുപിടിക്കേണ്ടത്. മുസ്ലിങ്ങൾ അങ്ങനെയല്ല. ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തിന്റെ നിയമങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കണം എന്ന് വിശ്വസിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ആളുകളാണ്. അവരെന്താണ് കുട്ടികളോട് പറയുന്നത്? ആൺ പെൺ അടയാളങ്ങളൊന്നും വേണ്ട, ഇവിടെ ഒരു ജീവിതമേ ഉള്ളൂ, അത് ഉല്ലസിച്ച് അങ്ങ് ജീവിച്ചു തീർക്കുക. മതം സ്ത്രീകളെ പേറ്റുയന്ത്രങ്ങളാക്കുകയാണ്, പരിഹസിക്കുന്നു, നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു. ഇസ്ലാം മതം ഇല്ലെങ്കിൽ പ്രസവം എന്നത് പുരുഷൻ ഏറ്റെടുക്കുമായിരുന്നു എന്ന രൂപത്തിലാണ് അവരുടെ പ്രചരണം. ഈ പ്രകൃതിയിലുള്ള ജൈവ വസ്തുക്കളെല്ലാം അവരുടെ പ്രത്യുൽപാദനം നടത്തുന്നത് ഫീമെയിലാണ് എന്ന വസ്തുത പോലും മറന്നിട്ടാണ് അവർ ഈ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിനെ ഒന്ന് ആക്ഷേപിക്കണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് പറയുന്നത്? സ്ത്രീ പുരുഷ പാരസ്പര്യത്തെ സംബന്ധിച്ച് നമുക്ക് ആ വസ്തുതയിലേക്ക് വരാം. ഇസ്ലാമിന്റെ കൽപ്പന, പ്രസവിച്ച സ്ത്രീക്ക് അനിവാര്യമായ പരിചരണം, താമസിക്കാനുള്ള വീട്, ഭക്ഷണം, മുലയൂട്ടുന്നത് കൊണ്ട് പോഷകാഹാരം, യാത്ര ചെയ്യണമെങ്കിൽ അതിനുള്ള വാഹനം, സൗകര്യം, ഇതെല്ലാം ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടാത്ത ഒരവസ്ഥ ആ സ്ത്രീക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ ഈ ജനിച്ച കുഞ്ഞ് എന്റേതാണ്, ഞാനതിൻ്റെ പിതാവാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകലാണോ? ഇനി അതല്ല, ഈ സൗകര്യങ്ങളൊന്നും കൊടുക്കാതെ എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ഒരു കുഞ്ഞിന്റെ ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരുന്ന ദുരവസ്ഥ സ്ത്രീക്കുണ്ടാവുകയും അതിനെ കൊന്നുകളയണോ, ഇനി അതല്ലെങ്കിൽ വിൽക്കണോ എന്ന ഒരു പ്രതിസന്ധിയിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു ചുറ്റുപാടുണ്ടാക്കലാണോ ശരി, നല്ലത്? ഏതാണ് സ്ത്രീപക്ഷം എന്ന് ആലോചിക്കാനുള്ള അവസരം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വളരെ നിഗൂഢമായ പ്രവർത്തനങ്ങളാണ് കോളേജ് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സ്ത്രീ പുരുഷ പാരസ്പര്യം പഠിപ്പിക്കുന്നത് ഒരു അസ്തിത്വം, അതേ ഒറ്റ അസ്തിത്വം. എന്നിട്ട് ഇണകളാകാനുള്ള വ്യത്യസ്തമായ പ്രത്യേകതകളുള്ള രണ്ട് വിഭാഗം, ആ രണ്ട് വിഭാഗവും കൂടി ഒരു അസ്തിത്വം. ഈ ഒരു തത്വം ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ്. യാ അയ്യുഹന്നാസ്, സൂറത്തുൻ നിസാഇന്റെ തുടക്കം തന്നെ, ഓ മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ സൂക്ഷിക്കുക. മിൻ നഫ്സിൻ വാഹിദ, ഒരു അസ്തിത്വത്തിൽ നിന്നാണ് പടച്ചത്. വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, അതിൽ നിന്ന് തന്നെ, അവരിൽ നിന്ന് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു തആല ഭൂമിയിൽ വ്യാപിപ്പിച്ചു. ഇണകളായ ഒന്ന്, ഇതാണ് മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടുകൾ.
ഇണകളാകാനുള്ള വൈജാത്യങ്ങൾ അല്ലാഹു തആല നൽകിയത് പുരുഷനോടോ സ്ത്രീയോടോ ചോദിച്ചിട്ടല്ല. നമ്മെ ആണാക്കിയത്, അതുപോലെ സ്ത്രീയെ സ്ത്രീയാക്കിയത് അള്ളാഹു ആരോടും ചോദിച്ചിട്ടല്ല, അഭിപ്രായം ആരാഞ്ഞില്ല. അള്ളാഹു പറയുന്നു ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ യഖ്ലുഖു മാ യശാ, അവൻ ഇഷ്ടമുള്ളതുണ്ടാക്കും. ആകാശമുണ്ടാക്കിയതും ഭൂമി ഉണ്ടാക്കിയതും ആരോടും ചോദിച്ചിട്ടല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നത്. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസബ്ബിജുഹും ദുക്റാനം വ ഇനാസ, ആണിനെയും പെണ്ണിനെയും ഇടകലർത്തിയും നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ മക്കളില്ലാത്തവരാക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, അതെല്ലാം കൃത്യമായി അറിയുന്നവനും കഴിവുള്ളവനുമാണ് അല്ലാഹു. അപ്പൊ ആരോടും ചോദിച്ചിട്ടല്ല അള്ളാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത്. അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. പെണ്ണാകാൻ ആവശ്യമുള്ളതെല്ലാം പെണ്ണിന് കൊടുത്തു, ആണാകാൻ ആവശ്യമുള്ളതെല്ലാം ആണിന് കൊടുത്തു. അത് രണ്ടിനെയും ഒന്നാക്കി ഇഷ്ടം പോലെ ജീവിക്കുക എന്നത്, തോന്നിവാസികളായി ജീവിക്കുക എന്നത് തോന്നിവാസം തന്നെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഇസ്ലാം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്ന സുന്ദരമായ ആശയം. സ്ത്രീകൾക്ക് സ്ത്രീ ഇടങ്ങൾ വേണം, പുരുഷന് പുരുഷന്റെ ഇടങ്ങൾ ഉണ്ടാകണം, സ്ത്രീകൾക്കും പുരുഷനും കൂടിയിട്ട് പൊതു ഇടങ്ങൾ ഉണ്ടാകണം. ഓരോ ഇടങ്ങളിലും പ്രത്യേക നിയമങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിന്റെ പേരാണ് ഇസ്ലാം. വളരെ ഭംഗിയുള്ള ഒരാദർശത്തിന്റെ നാമമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പറുദീസയിൽ ജീവിച്ച സിനിമാ നടിമാര് പോലും സ്വകാര്യ ഇടങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ദയനീയാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അത് പ്രകൃതിപരമായി ഒരു സ്ത്രീയുടെ ദാഹമാണ്. എന്ത്? അവർക്ക് സ്വകാര്യ ഇടങ്ങൾ വേണമെന്നത്. ഇത് പരസ്യമായി വിളിച്ചു പറഞ്ഞില്ലേ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നത് ഉഭയകക്ഷി സമ്മതം മാത്രം പോരാ സ്ത്രീ പുരുഷ ബന്ധത്തിന്. ഉഭയകക്ഷി സമ്മതമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് പോലും സ്ത്രീ പുരുഷ ബന്ധം കുറ്റകരമല്ല. ആ ഉഭയകക്ഷി ബന്ധത്തിന് പുറമെ, ഉഭയകക്ഷി സമ്മതത്തിന് പുറമെ ഒരു കരാറ് കൂടി ഉണ്ടാകണം. ആ കരാറിലൂടെയാണ് സ്ത്രീയുടെ സുരക്ഷിതത്വം ഉറപ്പാകുന്നത് എന്ന ഒരു വ്യവസ്ഥയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. കാരണം സ്ത്രീ പുരുഷ ബന്ധമുണ്ടായാൽ പുരുഷന് പിരിഞ്ഞു പോകാം. സ്ത്രീ അങ്ങനെയല്ല. അതിന്റെ ഒരുപാട് നൂലാമാലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് സ്ത്രീയാണ്. അതിന് താനാണ് അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്ന ഒരാണുണ്ടാകണം. അതിനൊരു കരാറ് വേണം. ആ കരാറിന്റെ പേരാണ് നിക്കാഹ്. അതുണ്ടെങ്കിൽ മാത്രമേ ബന്ധം അനുവദനീയമാവുകയുള്ളൂ. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് നാസ്തികർ ചില കലാലയങ്ങളെ വല്ലാതെ പ്രശംസിക്കുന്നുണ്ട്. വലിയ പുരോഗമനത്തിലെത്തി. എന്താ പുരോഗമനം? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ടോയ്ലറ്റാണ്. നമ്മുടെ കേരളത്തിലാണ് പുരോഗമനത്തിന്റെ ആകത്തുക. അതാണ് ആണിനും പെണ്ണിനും ഒരു ടോയ്ലറ്റ്. അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് സംഘടിപ്പിച്ചു കേരളത്തിൽ. എറണാകുളത്ത് നടന്നില്ലേ? നേരം പുലരുന്നത് വരെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ജീവിക്കുന്ന നൈറ്റ് ലൈഫ് പദ്ധതികൾ, പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കലാലയങ്ങളിലേക്കാണ് നമ്മുടെ മക്കളും പോയി പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ തസ്കിയത്ത് എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു കൂട്ടുത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുത്തേ മതിയാകും. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയാൻ മടിക്കരുത്. നിങ്ങളുടെ സംസാരം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ
അതാണ് ജീവിത വിജയം എന്ന് മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ, ഒരൊറ്റ വ്യക്തി നീ മാർഗമായി സന്മാർഗത്തിലായാൽ, ഖൈറുൽ ലക്, അതാണ് നിനക്ക് നല്ലത്, മിൻ അൻ യകൂന ലക ഹുംറുൻ നഅം, നിനക്കൊരുപാട് ചുവന്ന കന്നുകാലികൾ, ഒട്ടകങ്ങൾ, കുതിരകൾ അതെല്ലാം ഉണ്ടാകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അതാണ്. അതായത് പഠിക്കുന്നത്, ഭൗതികമായി പഠിക്കുന്നത് സമ്പത്തിന് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് ആ പണത്തിന്റെ പ്രതാപത്തിന്റെ അടയാളങ്ങളായി കണ്ടിരുന്നത് നല്ല ചുവന്ന ഒട്ടകങ്ങളും കുതിരകളുമായിരുന്നെങ്കിൽ അതിനേക്കാളെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടത് ഒരു വ്യക്തിക്കെങ്കിലും സന്മാർഗം പകർന്നു കൊടുക്കാൻ കഴിയുക എന്നതാണ്. ഉഖ്റവിയായ ജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ നാസ്തികരുടെ, അതല്ലെങ്കിൽ ശിർക്കിന്റെ ആളുകളുടെ, അവരുടെ സ്വഭാവമല്ല ഹിദായത്ത് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന നമുക്കുണ്ടാകേണ്ടത്. ക്ഷമയാണ് വേണ്ടത്, നല്ല ഭാഷയാണ് വേണ്ടത്, സഹനമാണ് വേണ്ടത്, പ്രത്യാശയാണ് വേണ്ടത്. സൂറ യാസീനിൽ നമുക്കറിയാമല്ലോ, യാസീൻകാരന്റെ കഥ പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആൻ. ഹബീബുൻ നജ്ജാറാണെന്ന് ചില തഫ്സീറുകളിലൊക്കെ കാണുന്നു. അദ്ദേഹം പ്രബോധനം ചെയ്തു. 3 മുർസലീങ്ങളെ സഹായിച്ചുകൊണ്ട് ഏകദൈവ പ്രബോധനം ചെയ്തപ്പോ ആ നാട്ടുകാര് മുഴുവനും അവിശ്വാസികളായിരുന്നു, മുശ്രിക്കുകളായിരുന്നു. അവരുടെ നാട്ടുകാരനായ ഒരാൾ ഈ മുർസലീങ്ങളുടെ കൂടെ കൂടിയത് കണ്ടിട്ട് രോഷാകുലരായ നാട്ടുകാർ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നീയും ഏകദൈവ വിശ്വാസിയാവുകയാണോ? ഞങ്ങളുടെ ആരാധ്യന്മാരെയൊക്കെ ഒഴിവാക്കുകയാണോ? അദ്ദേഹം വീണ്ടും വീണ്ടും തൗഹീദ് പറഞ്ഞപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഷഹാദത്ത്, ആ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഖീല ദഖുലിൽ ജന്ന, ഖീല ദഖുലിൽ ജന്ന, അദ്ദേഹത്തോട് പറയപ്പെട്ടു നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന്. കൊന്നുകളഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ മനുഷ്യൻ നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിലെത്തുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ വെച്ച്, യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ജനങ്ങളെങ്ങാനും എനിക്ക് കിട്ടിയ ഈ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ. മരിക്കുന്നതിന് മുമ്പും ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടണമെന്ന ആഗ്രഹം, മരിച്ചതിന് ശേഷവും എന്റെ കൊലയാളികളെ തിരിച്ചു കൊല്ലണമെന്നല്ല ആഗ്രഹിച്ചത്. എനിക്ക് കിട്ടിയ അള്ളാഹു നൽകിയ ആനുകൂല്യങ്ങൾ അവരറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് പരിവർത്തനമുണ്ടാകുമായിരുന്നല്ലോ എന്ന മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥയിൽ ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത്. കൃത്യമായി പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം സംസാരം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പഠിക്കാതെ പറഞ്ഞാൽ കൂടുതൽ അബദ്ധമാണ്. ഈ രൂപത്തിലെല്ലാം കൃത്യമായി പ്രബോധനം ചെയ്യാൻ നമ്മുടെ മക്കൾക്കും കഴിയുമാറാകട്ടെ. നമുക്ക് അവരെ ആ രൂപത്തിൽ വളർത്താൻ കഴിയുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. أقول قولي هذا وأستغفر الله العظيم لي ولكم وأستغفره إني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, ഹിദായത്ത് അള്ളാഹു തരണം. ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. ഇത് നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നാൽ ഹിദായത്ത് കിട്ടിയ ഒരാൾക്ക് തസ്കിയത്ത് കൊടുക്കുക,
ആത്മസംസ്കരണം അതും അള്ളാഹ് കൊടുക്കണം. അള്ളാഹു അതിനുള്ള വലിയ തൗഫീഖ് കിട്ടണം. അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടണം. അതിനെന്താ മാർഗം? അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഹിദായത്ത് പോലെ തന്നെ തസ്കിയത്തും അള്ളാഹു തരേണ്ടതാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്. ഹിദായത്തിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തുടർന്ന് പറഞ്ഞു, വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹുവാണ് ഹിദായത്ത് കൊടുക്കുക. അതുപോലെ തന്നെ തസ്കിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തസ്കിയത്ത് കൊടുക്കും. സൂറത്തുൻ നൂർ, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻഹും മിൻ അഹദിൻ അബദാ, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കും തസ്കിയത്ത് കിട്ടുമായിരുന്നില്ല. അള്ളാന്റെ ഔദാര്യമാണ് തസ്കിയത്ത് എന്ന് മറ്റൊരിടത്തും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിദായത്ത് കൊടുക്കും എന്ന ആയത്ത് ഖുർആനിലുണ്ട്. ആ ആയത്തിന്റെ മായന ഹിദായത്തിന്റെ മാർഗം തങ്ങൾ പറഞ്ഞു കൊടുക്കുമെന്നാണ്. അല്ലാതെ ഹിദായത്ത് ആളുകൾക്ക് സപ്ലൈ ചെയ്യുക, അവരുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല. അതുപോലെ ജനങ്ങളെ തസ്കിയത്ത് ചെയ്യുന്ന പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചു എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, സൂറ ജുമുഅയിൽ പറഞ്ഞത് ആ തസ്കിയത്തിന്റെ അറിവ് പകർന്നു കൊടുക്കുന്ന പ്രവാചകൻ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് തസ്കിയത്തിന് വേണ്ടിയും ഹിദായത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടത്. നമ്മൾ പറയുന്നില്ലേ ദിവസവും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുവേ എനിക്ക് തഖ്വ തരണം, എന്റെ നഫ്സിനെ നീ തസ്കിയത്ത് ചെയ്യണം, അതിനെ പരിശുദ്ധമാക്കണം, എനിക്ക് ആത്മസംസ്കരണം തരണം. കാരണം അങ്ങനെ ആത്മസംസ്കരണം നൽകുന്നവൻ നീ മാത്രമാണ്. ചില ആളുകളുടെ ഫിത്രത്തിൽ അല്ലാഹു തആല തസ്കിയത്തിനെ നിക്ഷേപിച്ചിരിക്കുന്നു. അവര് വളരെ പെട്ടെന്ന് നന്നായി നല്ല മനുഷ്യരായി സ്വർഗത്തിലേക്ക് പോകും. അറിവ് തസ്കിയത്തല്ല. മദ്രസയിൽ ഒരുപാട് കാലം പഠിച്ചു, അതുപോലെ ക്ലാസ്സുകൾ പഠിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, ഇതൊക്കെ അറിവാണ്, തസ്കിയത്തല്ല. തസ്കിയത്ത് മറ്റൊന്നാണ്. സംസ്കരണ പ്രവർത്തനങ്ങൾ, അതിന് പ്രത്യേകിച്ച് രക്ഷിതാക്കൾ പ്രാർത്ഥിക്കുകയും മക്കളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ, കൺകുളിർമ തരണം, ഭാര്യമാര് മക്കൾ അവരിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും തസ്കിയത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ഇടയ്ക്കിടെ അവരുടെ കൂടെ ഇരുന്നിട്ട് ക്യാമ്പസുകളിലും സ്കൂളുകളിലും നടക്കുന്ന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതിന് സമയം കണ്ടെത്തണം. അങ്ങനെയാകുമ്പോ കുട്ടികളുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ അവർക്കതൊന്നും പറഞ്ഞു കൊടുക്കാത്ത രക്ഷിതാവ് എന്ന നിലക്കുള്ള അള്ളാഹുവിന്റെ ഭീമമായ ഇടപെടലിനെ നമ്മൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൃത്യമായി തൗഹീദ് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ യഥാർത്ഥ തൗഹീദുള്ളവരായി, യഥാർത്ഥ തസ്കിയത്ത് ലഭിച്ചവരായി വളർത്തിത്തരണേ റഹ്മാനെ. അതിനനുകൂലമായ സാഹചര്യങ്ങൾ നൽകണേ റഹ്മാനെ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെയും അവരെയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും സ്വർഗാവകാശികളാക്കി തരണേ റഹ്മാനെ. പഠിക്കുന്ന കാര്യങ്ങളിലെല്ലാം
നല്ല ബോധത്തോടുകൂടി പഠിച്ച് എനിക്കിത് ആവശ്യമാണ് എന്ന രൂപത്തിൽ ചിന്തിച്ച് അതിനനുസരിച്ച് പരിവർത്തനപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പാപങ്ങളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ. 2 കിഡ്നിക്കും രോഗം ബാധിച്ചിട്ട് ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം, അവരുടെ സ്ഥലമറിയാം, അവരുടെ ഇടമറിയാം, രോഗമറിയാം, എല്ലാം അറിയാം. ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മഹല്ലിലും പുറത്തുമുണ്ട്. നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോഗ്യം നിലനിർത്തി തരണേ റഹ്മാനെ. കിടപ്പ് രോഗത്തിലായി ബുദ്ധിമുട്ടിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് തരണേ റഹ്മാനെ. അവസാനം ബോധപൂർവം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബസമേതം നിന്റെ സ്വർഗ്ഗലോകത്തേക്ക് പോകാൻ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.